അസ്സാം വലൈക്കും. ഞാൻ മൊയ്തീൻ പടിഞ്ഞാറേ വളപ്പിൽ. ഞങ്ങൾ മലപ്പുറം ജില്ലയിൽ തിരുനാവായ പഞ്ചായത്തിൽ പട്ടണം നടക്കാവുന്ന സ്ഥലത്താണ് ഞങ്ങളുടെ വീട്. ഞങ്ങളിവിടെ ഒരു 400ഓളം വെറൈറ്റി ഫ്രൂട്ട്സ് ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ഇത് നഴ്സറി അല്ല, വീട്ടിലുള്ളൊരു ഫാമാണ്. അതിൽപ്പെട്ട ഒരു ഏറ്റവും കൂടുതൽ കായ്ഫലം കിട്ടുന്ന ഒരു ലോങ്കനെ കുറിച്ചാണ് ഇന്ന് പറയുന്നത്. ഞങ്ങളടുത്ത് എല്ലാ ലോങ്കണുകളും ഉണ്ട്. ഒരു 10-16 വെറൈറ്റിയോളം ലോങ്കൺ ഉണ്ട്. പക്ഷേ അതിൽ ഏറ്റവും ടോപ്പ് കായ് കാണുന്നത് ഞാൻ ഈ ഒരു വെറൈറ്റിയിലാണ് ഏറ്റവും ടോപ്പ് കായ് കാണുന്നത്. കാരണം മുന്തിരിക്കൊല്ലിനെക്കാട്ടിയും കൂടുതൽ കായ് എന്ന് പറഞ്ഞമാർക്കുണ്ട്. ഇത് വലുതായിട്ടും ഇല്ല, ഇതുണ്ടായി വരണുള്ളൂ. ഇനി ഇത് വലുതായി കഴിഞ്ഞാൽ ചിലപ്പോൾ കൊമ്പൊക്കെ ഒടിഞ്ഞു പോകും, അത്രയും ഇതിന് കായുണ്ട് ഇതിമേ. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അതായത് ഇതിന് ഞങ്ങൾ ഒരു മരുന്ന് ഒഴിക്കുക അല്ലെങ്കിൽ ഒരു മരുന്ന് അടിച്ചു കൊടുക്കുക, നിലത്ത് മരുന്ന് ഒഴിച്ചു കൊടുത്തിട്ടില്ല, ഇലയിൽ മരുന്ന് അടിച്ചു കൊടുത്തിട്ടില്ല, വേറെ രാസവളങ്ങൾ കൂടുതൽ ഇട്ടിട്ടില്ല, ഒന്നുമില്ല. ജൈവ വളങ്ങളും മാത്രം ഇട്ട് കൊടുത്തുകൊണ്ട് കായ്ച്ച ഒരു ലോങ്ങനാണിത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഏതൊരു പ്രേക്ഷകരും ശ്രദ്ധിക്കേണ്ടത്, അതായത് ഫ്രൂട്ട്സ് നടുന്നവർ ശ്രദ്ധിക്കേണ്ടത് കാര്യമായിട്ട് അത് തൈ നല്ലത് തിരഞ്ഞെടുക്കുക. പിന്നെ മാത്രമല്ല, നമ്മളെ കാലാവസ്ഥയിൽ, നാച്ചുറൽ കാലാവസ്ഥയിൽ കായ്ക്കുന്നത് മാത്രമല്ല, അല്ലാതെ മരുന്ന് കൊടുത്തിട്ടോ അല്ലെങ്കിൽ മരുന്ന് അടിച്ചു കൊടുത്തിട്ടോ മരുന്ന് നിലത്ത് ഇട്ട് കൊടുത്തിട്ടോ ഒഴിച്ചു കൊടുത്തിട്ടോ ഒന്നും കായ്ക്കുന്ന ഫ്രൂട്ട്സുകൾ കൂടുതൽ നടാതിരിക്കുക. അതാണ് ശ്രദ്ധിക്കേണ്ടത്. കാരണം അത് നമ്മൾക്ക് സാധാരണക്കാർക്ക് നടക്കില്ല, അതുകൊണ്ടാണ്. അല്ലാതെ വേറെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടൊന്നുമല്ല. അത് അറിയണവർക്ക് ചെയ്യാം. അതിനെപ്പറ്റി അതിൻ്റെ വിശദമായ വിവരങ്ങൾ അറിയുന്നവർക്ക്. അല്ലെങ്കിൽ എന്താ ഒരു അബദ്ധം എന്ന് വെച്ചാൽ, അത് ആ മരുന്ന് ഒഴിച്ചു കൊടുത്ത ഉടനെ ആ മരം ഉണങ്ങിപ്പോകും. അതാണ് ആ കാര്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ അത് പ്രേക്ഷകർ ശ്രദ്ധിക്കുക. മരുന്നും മന്ത്രമൊന്നും ഒഴിക്കാതെ ഉണ്ടാവുന്നത് മാത്രം വാങ്ങി നടാൻ ശ്രമിക്കുക. നല്ല ഫാമുകളിൽ നിന്ന് തൈകളെടുത്ത് കൊണ്ട് പോയി നടുക. എന്നാൽ നമുക്കത് 100% ഗുണകരമാവും.